In the picture, the center O of the circle is the origin and A, B are points on the circle. Calculate the coordinate of A and B. ചിത്രത്തില് വൃത്തത്തിന്റെ കേന്ദ്രം ആധാര ബിന്ദുവും എ ബി വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെയും ബി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കാണണം. ഞാൻ ആ ചിത്രത്തിൽ രണ്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് വരച്ചു. ഇതില് ട്രയാങ്കിൾ ഒ എ ഡി എടുക്കാം. ഒ എ ഡി ഇതാ ഈ കാണുന്ന ട്രയാങ്കിൾ ഇവിടെ 30 ആണ്. ഇത് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പൊ 90. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 60 ആവും. ഓക്കെ, അപ്പൊ 30, 60, 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എന്താണ്? 1:√3:2. അതായത് 90ന് ഓപ്പോസിറ്റ് ആണ് 2 വരുന്നത്. ഓപ്പോസിറ്റ് കാണുന്ന നോക്കാം. അപ്പൊ 90ന് ഓപ്പോസിറ്റ് 2 വരും. ആ 2ന്റെ സ്ഥാനത്തെ വില 2 തന്നെയാണ്. അത് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. റേഡിയസ് അല്ലെങ്കിൽ ഒ എ എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ റേഷ്യോ 2 വരുന്നിടത്ത് 2 തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്ത് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? √3 ആയിരിക്കും. അപ്പൊ 1 വരുന്നത് ഒ എ ആണ്. 60ന് ഓപ്പോസിറ്റ് ആണ് √3 വരിക. അപ്പൊ ഒ ഡിയുടെ നീളം √3 എന്ന് കിട്ടും, എ ഡിയുടെ നീളം 1 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ നേരെ താഴോട്ട് ഇങ്ങനെ നോക്കുക. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് അവിടുത്തെ സംഖ്യയാണ് എക്സ്. അത് എന്ന് പറയുന്നത് ഒ ഡിയുടെ നീളമാണല്ലോ. അത് എത്രയാ? √3. ഇനി y എന്ന് പറയുന്നത് ഈ ലെങ്ത് എ ഡിയുടെ ലെങ്ത് അത് എത്രയാ? 1. അപ്പൊ √3 1. അപ്പൊ എയുടെ കോർഡിനേറ്റ് കിട്ടിയ എത്രയാ? √3 1. ഇനി ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെഡ് ലൈന് നേരെ ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ടോട്ടൽ ആംഗിള് 180 ആണ്. അതിൽ 90 ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 180 90 ബാക്കി എത്രയുണ്ട്? 90. അതിൽ 30 ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി ഇവിടെ എത്ര വരും? 60 അല്ലെ? ഇവിടെ 90. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ മുകളിൽ എത്ര വരും? 30 വരും. ഇനി ഈ ബി ഒയുടെ നീളവും എത്രയായിരിക്കും? 2 ആയിരിക്കും. കാരണം ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. റേഡിയസ് 2 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഒ ബി 2 ആയിരിക്കും. അപ്പൊ ഈ ഒ ബി സി വരുന്ന ത്രികോണത്തിൽ 30, 60, 90 ആണ്. റേഷ്യോ 1:√3:2 വരും. 30ന് ഇവിടെ 90ന് ഓപ്പോസിറ്റ് ആണ് 2 വരിക. അവിടെ 2 തന്നെയാണ് വില. അപ്പൊ 30ന് ഓപ്പോസിറ്റ് 1 വരും. അവിടെ 1 തന്നെ വരും. 60ന് ഓപ്പോസിറ്റ് √3 വരും. അവിടെ √3 തന്നെ വരും. ഇനി നമുക്ക് സൂചക സംഖ്യകൾ എഴുതാലോ അല്ലെ? ഇവിടുന്ന് ബി നേരെ താഴോട്ട് ഇങ്ങനെ നോക്കുക. എക്സ് എത്രയാ? ഒ സിയുടെ നീളം എത്രയാ? 1. അപ്പൊ ഇവിടെ 1. ഇനി അടുത്തത് ബി സിയുടെ ഹൈറ്റ് അത് എത്രയാ? √3. അപ്പൊ 1√3. അപ്പൊ ബിയുടെ സൂചക സംഖ്യ കിട്ടിയ എത്രയാ? 1√3. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ മൈനസ് വന്നെന്നുള്ള പറഞ്ഞുതരാം. ഇത് ഒറിജിൻ ആണല്ലോ. ഒറിജിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോ നെഗറ്റീവ് വരും. വലത് ഭാഗത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവും ഇടത് ഭാഗത്തോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അവിടെ 1 കിട്ടി. പക്ഷെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഈ ഒറിജിന്റെ ഇടത് ഭാഗത്തോട്ട് വന്നുകൊണ്ട് അവിടെ -1 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ -1√3 കിട്ടും. A √3 1 ഉം ബി -1√3 എന്നും കിട്ടും. ഓക്കെ.